ആ ചേട്ടാ ഒന്നും അതെ ആർട്ടിസ്റ്റുകളൊക്കെ വരും. മായ വിശ്വനാഥ്, കൊച്ചുപ്രേമൻ, പിന്നെ മനുവർമ്മ, സംവിധായകൻ വിജയകൃഷ്ണൻ. എന്ത് അപ്പൊ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ? ഷൂട്ടിങ് എവിടെ? അയ്യോ ഈശ്വര, ഈ ലോകത്തൊന്നും അല്ലേ അപ്പൊ ജീവിക്കുന്നത്. ലീലാവതി ചേച്ചിയുടെ വീട്ടിലെ ഷൂട്ടിങ്. ആർട്ടിസ്റ്റ് ഒക്കെ വരുമ്പോഴേ അവർക്ക് സ്വീറ്റ്സ് വാങ്ങാൻ പോവാ ഞാൻ. സതി ചേച്ചിയുടെ വീട്ടിൽ ഷൂട്ടിംഗ് ഉണ്ടെങ്കിലേ മെയിൻ കഥയൊക്കെ ലീലാവതി ചേച്ചിയുടെ വീട്ടിലാ. ഷൂട്ടിംഗ് ആണ് ചേട്ടൻ വരണേ. ചേച്ചി ഷൂട്ടിങ് അവിടെ. അയ്യോ ചേച്ചി എന്തോ ചെയ്യുന്നത്? ചായ ഇടുന്ന ചായ അവിടെ കിട്ടുമെന്ന്. അയ്യേ നമ്മുടെ സ്റ്റാൻഡേർഡിന് മോശമല്ലേടാ വല്ലവരുടെ മുന്നിൽ പോയി ചായക്ക് നിൽക്കാൻ. എന്തോന്ന് മോശം? നമുക്കൂടെ വേണ്ടി ഫസ്റ്റ് സീൻ അടുക്കളയില. അടുക്കളയില അല്ല ഞങ്ങൾ ചായ പ്രൊഡക്ഷൻ കിട്ടും. ഓ പ്രൊഡക്ഷൻ, ഞാൻ അതാണ് നോക്കിയത്. പ്രൊഡക്ഷൻ വാ വാ പ്രൊഡക്ഷൻ. ചേട്ടാ ഇങ്ങോട്ട് കത്തിക്കല്ലേ. വാ. എന്തോ നടാ ഈ പ്രൊഡക്ഷൻ? അതെ, നമുക്കൊന്നും അറിഞ്ഞൂടാന്ന് കാണിക്കരുത്. നമുക്കെല്ലാം അറിയാം. അങ്ങനെ അങ്ങനെ നമ്പറിട്ടാ പ്രൊഡക്ഷൻ. ശരി, അടുത്ത കത്തിക്കാൻ പറ്റും. എനിക്ക് 2 പ്രൊഡക്ഷൻ വേണം. ഈ കൊച്ചുള്ളിയൊക്കെ അരിഞ്ഞിട്ട് പച്ചമുളകൊക്കെ ഇട്ട് 2 പ്രൊഡക്ഷൻ. അതെ അതുപോലെ തന്നെ ചേച്ചി ഇത്ര പെട്ടെന്ന് മനസ്സിലാക്കുമെന്ന് വിചാരിച്ചില്ല. ഇങ്ങനെ പോയാലേ 2 ആഴ്ച തൊട്ട് നമ്മൾ സീരിയൽ പിടിക്കും. നീ ഇവിടെ മൊത്തം ഒരു പബ്ലിസിറ്റി കൊടുത്തിട്ട് ആ ശാരദ ലീലാവതിക്ക് വേണ്ടി ക്യാൻസർ ചെയ്തോണ്ടിരിക്കുക. അതിയായിട്ട് ചേച്ചി വയ്ക്കും. എടി ശബ്ദളെ, എടി പെട്ടെന്ന് ഇങ്ങോട്ട് കുളിച്ചിട്ടിറങ്ങി. നാട്ടിൽ ഇവിടെ ഷൂട്ടിംഗ് ഉത്സവം തുടങ്ങാൻ പോകുന്നു. ഇപ്പൊ വരാം. ആ എളുപ്പം വാ. ഞാൻ അങ്ങോട്ട് നിൽക്കാം. ഇതും കൂടി എത്രാമത്തെ? അതെ, ഈ ചായയുടെ പേരെന്തോ? പ്രൊഡക്ഷൻ ചായ. പ്രൊഡക്ഷൻ ചായ. അത് എത്ര കുടിച്ചാലും മതിയാവൂല. രാവിലെ പുട്ടും കടലേ. അപ്പോ മുട്ട കിട്ടാൻ സാധ്യത ഉണ്ടോ? ഇപ്പൊ തന്നെ വേണോ? മുടക്കുന്ന എന്തിന്? ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറഞ്ഞാ പോരെ, ആരും ചോദിക്കത്തില്ലല്ലോ. ആരാണ്? ഒന്ന് നോക്കി നടന്നൂടെ? എന്താ ഇത്? മേക്കപ്പാ? ഞാൻ പോയി കറങ്ങിട്ടൊക്കെ വരാം. മേക്കപ്പ് ചെയ്ത് തരണേ. നമ്മൾ ഈ വീട്ടിലൊക്കെ ഉള്ള തന്നെ കേട്ടാ. മേക്കപ്പ് ഞാൻ കണ്ടില്ല. അതല്ലേ നടപടിയിലാണോ ഉണ്ടോന്ന് ലൈറ്റ് വെക്കാം. എടാ എങ്ങോട്ടേലും നോക്കി പോടാ. മനുഷ്യന് എന്തോ കുറച്ച് പോയിട്ട് ഞാൻ പോകുന്നുള്ളൂ. കൊച്ചുപ്രേമൻ ചേട്ടും മണിച്ചേട്ടനും ഒക്കെ ഇപ്പൊ ഇങ്ങെത്തും. ആകെ പ്രശ്നം പിടിച്ച ലൊക്കേഷൻ ആണെന്ന് തോന്നുന്നു. ആ കഷണ്ടി ഇവിടെ എല്ലാം പബ്ലിസിറ്റി കൊടുക്കാൻ പോയിരിക്കും. ഒരു കൂളിംഗ് ഗ്ലാസ് കാരണം തലനരച്ച ആള് മേളിൽ നടക്കുക. താൻ വേഗം ചെല്ലു. ഇതാ വർക്കിലുള്ളവർ തന്നെ അല്ലേ? അല്ല ഈ വർക്കിലുള്ളവർ തന്നെ. അല്ലേ നമ്മുടെ കോമ്പൗണ്ട് കയറി വന്നിട്ട് നമ്മളെ ഡയറക്ഷൻ വിടുന്നു. ഓക്കെ സാർ, അപ്പൊ പറഞ്ഞു ഓരോന്ന് പറഞ്ഞ് വെറുതെ ഉടക്കുക. പ്രശ്നമില്ലെന്നേ, പോട്ടെ. ബാക്കി എന്തും സുഗുണം സഹിക്കും. ആഹാരത്തിന് കണക്ക് പറയാമെന്നുണ്ടല്ലോ. സുഗുണം ജീവിക്കുന്നത് എന്തിനു വേണ്ടിയാ? ആഹാരത്തിന് വേണ്ടിയാണേ. അതെ ഞങ്ങളും ചെയ്തോളൂ. ചേട്ടാ, ഞങ്ങൾക്ക് ജീവിക്കാനും ആഹാരം വേണ്ടേ? ഞാൻ പറഞ്ഞേ കൊച്ചുപ്രായം വന്നു. കൊച്ചുപ്രായം വന്നോ? അയ്യോ കുഞ്ഞു പറയാൻ അയ്യോ ഏത് സിനിമയില് സീരിയല് ഉണ്ട്. സുഖാണോ? അങ്ങോട്ട് നടക്കാം, വരൂ. ഇതാരാ? ഇത് സതിച്ചേച്ചി. സതിച്ചേച്ചി എന്റെ വീട്ടിൽ കാണാൻ വലിയ വീട്ടിലാണ്. അത് ലീലാവ് ചേട്ടത്തി. ആ വീട്ടിലാണ് പ്രധാന ലൊക്കേഷൻ. അവിടെയാണ്. ഇങ്ങോട്ട് വരൂ. അതെ, ഒരു സംശയം. യഥാർത്ഥ പേര് കൊച്ചുപ്രേമൻ തന്നെയാണോ? അല്ല, ആ പേരിന്റെ ഒരു കൊച്ചേ. തിരുവനന്തപുരത്ത് വലിയവിള എന്ന സ്ഥലത്താണ് എന്റെ വീട്. അവിടെ 2 പ്രേമന്മാരുണ്ടായിരുന്നു. 2 പേരും നടന്മാരായിരുന്നു. നല്ല കൂട്ടുകാരായിരുന്നു ഞങ്ങള്. തിരിച്ചറിയാൻ വേണ്ടിട്ടിട്ട പേരാ. പൊക്കമുള്ള ആള് വലിയ പ്രേമം. ഞാൻ പൊക്കക്കുറവ് കാരണം കൊച്ചു പ്രേമൻ. അത് നന്നായി. പാവം വലിയ പ്രേമം മരിച്ചു. അയ്യേ, പൊക്കക്കുറവ് കാരണമാണെങ്കിൽ മുണ്ടം പ്രേമം എന്നിട്ടാ മതിയായിരുന്നു. ചേട്ടാ, അതെ അതെ അതെ, ഞാനാണ് ഇവിടുത്തെ ഓൾ ഇൻ ആൾ.
ഇത് വിൽക്കാനാ ഏട്ടാ ഓ അടിപൊളി ഏട്ടാ അതെ നടന്നോളൂ നടന്നോളൂ ദേ കൂടുതൽ കളിക്കരുത് കേട്ടോ ദേ ശാരദേ കൊച്ചുപ്രേമൻ ആദ്യം വന്ന ഞങ്ങളുടെ വീട്ടിലേക്കാ കണ്ടുവോ ഒരു വള്ളുവനടത്തി ഇങ്ങനെ ഇതുപോലത്തെ കാറൊക്കെ ഉണ്ട് നല്ല കാറ് പക്ഷേ സുഗുണ എന്റെ പേര് എഴുതിയേക്കാം ഡയറക്ടർ മുകളിലുണ്ട് ആ ദേ, ഒരു മിനിറ്റ് അതെ അതെ കൊച്ചുപ്രേമൻ ആദ്യം അഭിനയിച്ച ദില്ലിവാല രാജകുമാരനാ കണ്ടിട്ടുണ്ട് ഞാൻ ചേച്ചി ചേട്ടനും ഡയറക്ടറുമായിട്ട് കഥയുടെ അല്പം ചർച്ച നടത്താനുണ്ട് ആയിക്കോട്ടെ. പ്ലീസ് അല്പം തിരക്കില്ല ചേട്ടൻ വാ. ഏത് അത് അവിടെ ഡയറക്ടർ ദേ, ഇപ്പൊ പൊക്കോളൂ പക്ഷെ വീടില്ല ഞാൻ കേട്ടോ കൊച്ചുപ്രേമ കുഞ്ഞെന്ത് കുഞ്ഞെ ഇങ്ങനത്തെ വർത്താനം പറയണത് എന്റെ പൊന്നി ചേച്ചി ഷൂട്ടിങ്ങാരുടെ മുമ്പിൽ വെച്ച് നമ്മുടെ ലോക്കൽ ഭാഷ എഴുന്നള്ളിക്കരുത് ഇങ്ങോട്ട് വന്നോ സുഖാണോ അങ്ങനെ പറയാ ആ, ഓ നമ്മുടെ വീട്ടിൽ വന്നിട്ട് എന്താ ഇങ്ങനെ കാട്ടണേ അതല്ലേ കലക്കിക്കണോ ഞാൻ എന്താ പറയുന്നേ നീ നമ്മളെ മാതിരി അങ്ങോട്ട് പറഞ്ഞാ മതി ഉവ്വോ അതന്നെ വന്നോളൂ ആ. ഗുഡ് മോർണിംഗ് സർ മോർണിംഗ് ആ ഇവിടുത്തെ നമസ്കാരം നമസ്കാരം സാർ ആ വങ്കിയോടെ ഇതൊക്കെ ലൈറ്റ്സ് അല്ലേ ലൈറ്റ്സ് ആ ക്യാമറ ഉണ്ടോ ഇത് ഇത് ക്യാമറ അല്ലേ സ്റ്റാൻഡ് ആ ക്യാമറ നമ്മളെ ഡയറക്ടർ ഇങ്ങോട്ട് വിജേഷ സാർ ആ ഹൈറ്റ് നേരത്തെ അറിയാം പിന്നെന്താ ഇത്ര കണ്ണ് അല്ല കേട്ടിട്ടുണ്ട് പരിചയപ്പെടാന്ന് ഇതൊന്ന് മാറ്റിക്കോട്ടെ. ഒന്ന് മാറ്റിക്കോട്ടെ. അതായിരിക്കുന്നേ നമസ്കാരം സാർ നമസ്കാരം ആരാ ഞാൻ ഈ വീടിന്റെ ഓണറാ ഇവിടെ ഷൂട്ടിംഗ് നടക്കുന്ന മെയിൻ വീടേ ഞങ്ങളൊക്കെ സാറിന്റെ സീരിയൽ കുത്തിയിരുന്ന് കാണാറുണ്ട് ഓഹോ സാർ കുറെ പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് ആ. എന്താ ഇത് ഡേ ചേച്ചിക്ക് ഒരു കസേര എടുത്ത് പറഞ്ഞേ ആരുമില്ലേ ഞാൻ തന്നെ എടുക്കാം നാ ചേച്ചി ഇരിക്കണം ശരി ഇതിൽ എഴുതിയിരിക്കണൊക്കെ തെറ്റല്ലേ എന്താ അല്ല കറുമുറയിന്ന് വെട്ടി തള്ളണു നിങ്ങളൊന്ന് വെച്ചാൽ മാറിയിരുന്നേ സാർ ഷോട്ട് ഒന്ന് കട്ട് ചെയ്യട്ടെ ഏ, ഓ അതെയോ ഒന്ന് മാറിയിരിക്കോ പ്ലീസ് ഇല്ല ഒരു കാര്യം ചോദിച്ചോട്ടെ അതെ നിങ്ങൾ എത്ര എപ്പിസോഡ് നാളെ വീടിന്റെ ഓണറാണ് മോഹൻദാസ് കൊച്ചു റെഡിയാണ് എവിടെയാണ് സാർ സാർ അതെ ഇങ്ങനെ വെട്ടി തള്ളിക്കൊണ്ടിരുന്ന എടുക്ക എന്താ ഉണ്ടാവുക ഫുൾ വെട്ടി കളഞ്ഞില്ലേ ഇനി ഷൂട്ടിംഗ് എടുക്കാൻ എന്താ ഉണ്ടാവുക ഓടിക്കേ നമ്മളെ അവർ അവഗണിച്ചാണോന്ന് സംശയം നമ്മൾ അവരെയാണ് അവഗണിച്ചത് അങ്ങനെ കരുതിയാൽ മതി ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ നമുക്ക് കൊച്ചുപ്രേമൻ എടുത്ത് വേണ്ടി തമാശ കേൾക്കാം അയ്യോ അങ്ങനെയാണെങ്കിൽ ശൗന്തല കൂടെ വിളിച്ചോ ശൗന്തലക്ക് തമാശ എന്ന് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഇവിടെയൊക്കെ തന്നെ കാണും കേട്ടാ അല്ല നീ ഒരു കാര്യം ശ്രദ്ധിച്ച ഷൂട്ടിംഗ് നടന്നോടെ ഈ രണ്ട് വീടിന്റെ ഓർഡറുകൾ തെറ്റി വീട്ടിലെ അംഗങ്ങൾ എവിടെ എന്ത് ചെയ്യുന്നു എന്നൊരു പിടിയുമില്ല ഇനിയിപ്പോ അങ്ങോട്ട് ചെല്ലും തോറും ഈ വീടിനെ കുറിച്ച് നമുക്ക് പിടിയില്ലാതാവും ചേച്ചി പോണം തമാശ ആയിട്ട് തരണം ഞാൻ ഇവിടെ ഇരിക്കാം. ശരിയെന്നാ ഡേ പ്രൊഡക്ഷനിൽ ആരെങ്കിലും കൂടെ ചായ അടേ ചായ 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 എന്തിന് ചായ ചായ ഒന്നുമില്ല ഇരിക്കാനും പാടില്ലേ കസേര വെച്ചിട്ട് പോടാ താണ്ട ഗ്ലാസ് എടുത്ത് മുകളിൽ വെച്ചിട്ട് പോ അത് ഞാൻ എടുക്കണം വെക്കളത്തോട് സുഖമാണോ പോവാല സുഖമാണ് മോനൊക്കെ ഇപ്പൊ എത്രയല്ല മോനിപ്പോ നാലില്ല നാലിലാണല്ലേ ആ ചേച്ചി ശൗന്തള ഇങ്ങോട്ട് പോരും അങ്ങോട്ട് മാറൂ ഇഷ്ട അങ്ങോട്ട് മാറൂ കൊച്ചുപ്രേമ സോറി കൊച്ചുപ്രേമ സാർ ഒന്ന് രണ്ട് വിറ്റുകൾ പറഞ്ഞോളൂ കേട്ടോ സാർ ഇപ്പൊ വിറ്റ് പറയും ചിരിക്കാൻ റെഡി ആയിക്കോളൂ കേട്ടോ മനസ്സിലായില്ല അങ്ങോട്ട് തമാശ പറഞ്ഞോളൂ അതെ 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 ഇന്നാള് കണ്ട സിനിമയിലെ അതെ ഇന്നാള് കണ്ട സിനിമയിലെ ചേട്ടൻ പറഞ്ഞ തമാശ കേൾക്കാൻ എന്ത് രസമാണ് മിണ്ടാണ്ടിരിക്കും ശൗന്തളെ സാർ ഇപ്പൊ പറയും അതെ ഇപ്പൊ ഒരു 5 എണ്ണം പറഞ്ഞോളൂ ബ്രേക്ക് കഴിച്ചൊരു 5 എണ്ണം കൂടി ആവന്താ പിന്നെ പ്രേക്ഷകരാണ് ഞങ്ങളുടെ ബലം അവരുണ്ടെങ്കിലേ ഞങ്ങളുള്ളൂ അപ്പോൾ അവരോട് അകൽച്ച പാടില്ല പക്ഷേ ദേ മേക്കപ്പ് ചെയ്യാൻ തുടങ്ങുക അതിനിപ്പോ എന്താ സിനിമയിലൊക്കെ അങ്ങോട്ട് അടിച്ച് കസറണ ആളല്ലേ 5 വിറ്റ് പറഞ്ഞ എത്ര നേരാ വേണ്ടിയേ അതന്നെ തുടങ്ങിക്കോളൂ ദേ സഹോദരി ആ സിനിമയിൽ ഞങ്ങൾ പറയുന്നത് സ്ക്രിപ്റ്റിൽ എഴുതി വെക്കുന്നതാണ് അത് ഞങ്ങളുടെ ഭാവവും സംഭാഷണ രീതിയും പിന്നെ ഞങ്ങളെ പൊടിക്കൈകളും ചേർത്ത് പ്രസന്റ് ചെയ്യണം ഓ ഇതാരോട് പറയാനാണ് അതുപോലെ ഒരു 5 പൊടിക്കൈകൾ എടുത്തിട്ടൂടെ പ്ലീസ് ക്ഷമ നശിപ്പിക്കരുത് ദയവായിട്ട് ബുദ്ധിമുട്ടിക്കാതെ ഒന്ന് പോണം ഇത് ഞങ്ങളുടെ വീട് അതെ അതന്നെ ഇതേ ഞങ്ങളുടെ വീടാ ഞങ്ങളിപ്പോ എങ്ങടെ ഇറങ്ങി പോവാ പ്ലീസ് സാർ ഒരു 5 കോമഡി അങ്ങോട്ട് പറഞ്ഞോളൂ
ചേച്ചി ചേച്ചി തുടങ്ങിക്കോളൂ, ചിലപ്പോ സഭാകമ്പം ഉണ്ടാവേ. ചേച്ചി സ്റ്റാർട്ട് ചെയ്തോളൂ. ഞാനേ അങ്ങോട്ട് ഒരു വിറ്റ് പറയാം. ആ ഒരിടത്തെ ഒരു പൂച്ചയും ഒരു കഴുതിയും ഉണ്ടായിരുന്നു. ഓ എന്താ കോമഡി കേട്ടില്ലേ? ശ്ശോ. ഇതേമാതിരി തുടങ്ങിക്കോളൂ. വേറെ പൂച്ച മതി കേട്ടോ, ഈ പൂച്ച ചത്തു. പ്രഭാരം. ആ പ്രൊഡക്ഷനിൽ ആരെങ്കിലും വിളിക്കേ, ആ സുധി അവിടെ കാണും. എന്തിനാ? സുധിയേട്ടാ. ഓ, ആ പുള്ളി വന്നിട്ട് കോമഡി പറയാ ആണേ? അതെ അതെ. ഞങ്ങളെ അങ്ങോട്ട് പുറത്താക്കാനോ? ഓ, ഏയ്, കാര്യം എനിക്ക് മനസ്സിലായിട്ടോ. കോമഡി പറയാ അറിയില്ല അല്ലേ? ആ ചിലപ്പോ ഡ്യൂപ്പുകളായിരിക്കും. അതെ, ഈ സിനിമയിലൊക്കെ വിറ്റുകൾ പറയുന്നത് ഡ്യൂപ്പുകളായിരിക്കും അല്ലേ? അതെ അതെ. പിന്നെ പുള്ളി വന്നൂലോ. എടാ, നീ ഇവർക്ക് 4-5 വിറ്റുകളെ കൊണ്ട് പറഞ്ഞു കൊടുക്കുക. എന്തൊക്കെയാന്ന് കേട്ടോ പറയുന്നത്? അതെ, ചേട്ടനൊരു കോമഡി നടനല്ലേ? ഒരു കോമഡി നടന്ന അത്യാവശ്യം കോമഡി ഒക്കെ പറയാൻ അറിയണ്ടേ? ചേച്ചി ഒന്നിങ്ങോട്ട് വന്നേ. എന്തിനാ താഴെയാണോ കോമഡി പെട്ടി? താഴേക്കൊന്ന് വന്നേ. എന്തിന്? അവിടെ കോമഡി ആർട്ടിസ്റ്റ് വന്നിട്ടുണ്ട്. വാ, വാ, വാ. വേഗം. അതൊക്കെ വരാൻ കുട്ടി, ആദ്യം കോമഡി ഒന്ന് കേക്കട്ടെ. കോമഡി ആർട്ടിസ്റ്റ് താഴെ ഇരിപ്പുണ്ടെന്ന്. വാ, വേഗം. ആരത്? ചേച്ചി ഇങ്ങോട്ട് വന്നേ. കോമഡി നടൻ ജഗതിയാ? ആ, ജഗതി, ജഗതി. ഈ ആ, താഴെ ഇരിക്കുന്നു. ജഗതി വേഗം വാ. വന്നിട്ടുണ്ടോ? ഓ, ജഗതി വന്നിട്ട് ഇപ്പോ വരാട്ടോ. ചെല്ലി, ചെല്ലി, ചെല്ലി. വേഗം, വേഗം. അങ്ങോട്ട് കടന്നോളൂ. മേക്കപ്പ് കിടക്കട്ടെ വേഗം. നീ വാരി പൂശടേ. അയ്യോ, ജഗതി ശ്രീകുമാർ വന്നോ? ജഗതി വന്നു. ജഗതി ചേച്ചി വന്നിട്ടുണ്ടോ? ബുദ്ധിമുട്ടുണ്ടാക്കരുത്. ബുദ്ധിമുട്ടാ? 5 കോമഡി പറയാൻ പറയണ ബുദ്ധിമുട്ടാ? അത്യാവശ്യത്തിന് തമാശ ഉണ്ടാവുന്ന കരുതിയ കോമഡി നടനല്ലേ? അതല്ല, ഇതാരുടെ വീടാ? സതികുഞ്ഞിന്റെ ഈ വീട്ടിലെ. ആര് പറഞ്ഞു? രാവിലെ ഷൂട്ടിങ്ങിന് വണ്ടി വരുന്നത് മുതൽ പാക്കപ്പ് ആവുന്ന വരെ ഇത് ഞങ്ങളുടെയാ. പോട്ടെ, ആ കാര്യം ഒന്ന് സംസാരിച്ച് മുഷിയണ്ട. ഏതായാലും പ്ലീസ് ബുദ്ധിമുട്ടുണ്ടാക്കരുത്. തൽക്കാലം പോണം. ശരി, പോയേക്കാം. വീട് കൊടുത്തുപോയില്ലേ? പോന്നോളൂ കേട്ടോ, പോന്നോളൂ. ആ എന്ത് അതെ കഷ്ടമാണെന്ന് കുട്ടി. നോക്കിയേ. ചുമ്മാ മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ട്. അല്ല സതികുഞ്ഞെ, നമ്മുടെ വീട്ടിൽ നമ്മൾ അന്യരാവുകയാണോ? ഞാൻ ആലോചിക്കുന്ന അതല്ലേ ചേച്ചി. കൊച്ചു പ്രേമൻ കോമഡി പറയാത്ത സ്ഥിതിക്ക് സുരേഷ് ഗോപിക്ക് സ്റ്റണ്ട് പറഞ്ഞുകൂടായിരിക്കുമല്ലോ. ആ, ഒരു തോക്ക് കൊടുത്തിട്ട് വെടിവെക്കാൻ പറഞ്ഞ അറിഞ്ഞൂടെന്ന് പറഞ്ഞു കളയുമല്ലോ. ഈശ്വര, അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ ഇവന്മാരുടെ മിടുക്ക്. ചേച്ചി ചേച്ചി ഇത് ഫീൽഡാ, ഒന്ന് പുറത്താക്കി എന്നേ. എങ്ങനെ ഇത് ഫീൽഡ് ആവും? ഫീൽഡ് എന്ന് പറഞ്ഞാൽ വയലല്ലേ? ഇത് മാർബിള് പാവിയ തറയാണ്. മാർബിള് പാവി ഇരിക്കണ കണ്ട. ഇവിടെ വെച്ചാണ് ഷൂട്ടിംഗ്. സൽമാനെ ആ ട്രാക്ക് എടുത്തിട്ടെ. ഇവരൊന്ന് പൊക്കി മാറിക്കേ ഇവിടുന്ന്. അങ്ങോട്ട് മാറിക്കേ. പ്രശ്നം ഉണ്ടാക്കണ്ട, വാ. നമുക്ക് അങ്ങോട്ട് മാറിയിരിക്കാം. അയ്യോ, ഇതാരേ ഇത്? അയ്യോ, നീ മനുവർമ്മ. ഹലോ. നാട്ടിൽ നീ മനുവർമ്മ വന്നിരിക്കണ്. അയ്യോ, യാത്രയ്ക്ക് സുഖമായില്ല. കുഴപ്പമില്ല. പുറത്ത്. അതെ, നമുക്ക് അപ്പുറത്തെ വീട്ടിലിരിക്കാം. ലീലാവതി നാത്തൂന്റെ വീട് അപ്പുറത്ത്. അയ്യോ, മനോരമ സിനിമയെ കാണുന്നേക്കാളും സുന്ദരനല്ലടാ. അതെ, ശത്രുക്കൾ തന്നെയാണ്. വീട്ടിനകത്ത് കയറിയുള്ള ഇടപാടൊന്നും വേണ്ട. അങ്ങോട്ട് പോണം. അതെ, ചെല്ല്. പിന്നെ പറയാം. അതെ, കൊച്ചു പ്രേമൻ ചേട്ടൻ കോമഡി ഒന്നും പറയണില്ല. ചേച്ചി, എനിക്ക് നിങ്ങളോടൊക്കെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. എന്താ കോമഡി ചേട്ടൻ വാ. എന്താ എന്താ പറഞ്ഞിട്ട് പോവും? എന്താ എന്താ കൊച്ചു പ്രേമൻ ചേട്ടൻ പറയുന്ന പോലെ പറയണം കേട്ടോ. വീട്ടിൽ പോ, വീട്ടിൽ പോ. എന്താ? ആ, അങ്ങോട്ട് കേട്ടോ, പോ. പൊക്കോളൂ കേട്ടോ, പൊക്കോളൂ. ആ, അപ്പുറത്തെ ഷൂട്ടിംഗ് നിങ്ങളെ വീട്ടിൽ വെച്ച് ഡോർമെട്രി പോടുന്നു. എന്തോ ചെയ്യാനാ? അയ്യോ, മായാവിശ്വനാഥ്. നമസ്കാരം നമസ്കാരം. അതെ, ഈ തലമുടി ഒറിജിനലാണോ? ഈ സിനിമയിലും പരസ്യത്തിലൊക്കെ കാണുന്ന പോലെ തന്നെ. അതെ, അതെ, ഇതൊക്കെ എത്ര രൂപയാവും വില? 300. അയ്യോ, അത് ചുമ്മാ. എന്തായാലും ഇതിന്റെ 10,000 രൂപയെങ്കിലും വില വരും. വരും, അത്രയൊക്കെ വരും. സിനിമാക്കാരല്ലേ, നല്ല കാശൊക്കെ കാണും. ആർട്ടിസ്റ്റുകൾക്ക് വർക്ക് എന്നും ഉണ്ടാവണമെന്നില്ല. കിട്ടുന്ന കാശ് മുഴുവൻ ആഭരണങ്ങൾ വാങ്ങിയ ഞങ്ങളുടെ കുടുംബം പട്ടിണിയാവില്ല. അയ്യോ. ശരി. ശരി ശരി ശരി. മേക്കപ്പ് ഇട്. മേക്കപ്പ് ഒന്നും ഇട്ടിട്ടില്ല കേട്ടടാ, കാണാൻ നല്ല ഭംഗി. ആർട്ടിസ്റ്റുകളുടെ ഡ്രസ്സൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് ആണ്. പിന്നെ ആണോ? ഈ ഇട്ടിരിക്കുന്ന ഡ്രസ് ഒന്നും ഇവരുടെ അല്ലെന്ന്. വാടാ, നമുക്ക് പോയി നോക്കാം. മക്കളെ, മോനെ, ഓടി ശരിയായ ഒരു പെൺകുട്ടിയെ നിന്റെ ഭാര്യയായി കിട്ടിയപ്പോ നീ എന്റെ വീട് പറഞ്ഞു. പാവപ്പെട്ട അച്ഛനെ കാണുമ്പോ നിനക്ക് പുച്ഛമാണ്. പ്രതാപിയായ അമ്മാവനെ തടലിൽ നിന്ന് നീ ജീവിക്കുമ്പോൾ ഈ അച്ഛൻ ഒന്നേ പറയാനുള്ളൂ. വലിയ മരത്തിന്റെ തണലിൽ നിൽക്കുന്ന ചെടികൾക്ക് വളർച്ച കാണുകയില്ല, അത് മുരടിച്ചു പോകും. അതുകൊണ്ട് കൊച്ചു, ശരിയായി. അച്ഛന് അവനോട് ദേഷ്യം, വിളിക്കാതെ പറഞ്ഞു കൊടുക്കട്ടെ. വിഷമവും സങ്കടവുമാണ്. ഈ മകന്റെ ഗതികേട് കണ്ടിട്ടുള്ള നിരാശയാണ്, വിഷമമാണ്. അച്ഛൻ കുറച്ചുകൂടെ ചൂടാവണം. മകനല്ലേ, അത് തന്നെ. ചൂടായിക്കോട്ടെ. അല്ലെങ്കിൽ മോന്റെ ചെവി കല്ലുകളൊക്കെ ഒന്ന് കൊടുത്താൽ മതി, മോൻ നന്നായിക്കോളും. ഒറ്റ അടി കൊടുക്ക്, മകനല്ലേ ഇത്. എന്നെ സ്വസ്ഥമായിട്ട് മേക്കപ്പ് ചെയ്യാൻ പോലും സമ്മതിച്ചില്ല.
വിറ്റുകൾ പറഞ്ഞു കൊടുക്കണം നിങ്ങൾ തമാശക്കാരനല്ലേ അതുകൊണ്ടല്ലേ ചോദിച്ചത് അതെ. എന്താ? മാഡം ഞങ്ങൾ ഇതൊന്ന് എടുത്തോട്ടെ അല്ല, അല്ല സാർ, ഒരു അച്ഛന്റെ മുമ്പിൽ മകൻ അങ്ങനെ തോക്കാൻ പാടില്ല. അച്ഛന്റെയും മോന്റെയും കാര്യം ഞാൻ നോക്കുക. ആഹാ, അപ്പൊ കാണാനും നിങ്ങൾ ആളിനെ നോക്കിക്കോളൂ. എന്താ സാർ, ഞങ്ങൾ പ്രേക്ഷകർ ഇങ്ങനെ അഭിപ്രായം പറയും. ഞങ്ങളുടെ മുമ്പിൽ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഞങ്ങൾ ഇതൊക്കെ കാണണേ. ഞങ്ങളിലല്ലേ നിങ്ങളൊക്കെ ജീവിക്കണേ. എന്താ കാര്യം? സംസാരിക്കാൻ പാടില്ല, അതറിയാം നിങ്ങൾക്ക്. ഓടിക്ക് നീ ഇങ്ങട് വാ. ഞങ്ങളൊക്കെ സിനിമയിലൊക്കെ ഞങ്ങളെ ഒത്തിരി പേര് വിളിച്ചാ. ഞങ്ങളൊന്ന് കോമഡി പറഞ്ഞാൽ നിർത്തില്ലേ? ഓ, പറഞ്ഞത് നിങ്ങൾക്ക് കുറവായി പോയി. എന്താ? ഒരു സംശയം കേട്ടോ, പറഞ്ഞോട്ടെ ഒന്ന് പറഞ്ഞോട്ടെ. റെഡിയല്ലേ? സൈലൻസ്. റെഡി. എന്താ? ഹരി റെഡിയല്ലേ? ഞാൻ ഇനി നോക്കാം. നോക്കട്ടെ. നോക്കട്ടെ. ഇത് കാണട്ടെ. എന്റെ ക്യാമറ. കാര്യം ഇത് കാണാനല്ലേ ആക്ഷൻ. മക്കളെ, കോടീശ്വരിയായ ഒരു പെൺകുട്ടിയെ നിനക്ക് ഭാര്യയായി കിട്ടിയപ്പോ നീ നിന്റെ വീട് മറന്നു. പാവപ്പെട്ട ഈ അച്ഛനെ കാണുന്നത് തന്നെ നമുക്ക് പുച്ഛമാണ്. പ്രതാപിയായ അമ്മാവന്റെ തണലിൽ സസുഖം ജീവിക്കുന്ന നിന്നോട് ഈ അച്ഛന് ഒന്നേ പറയാനുള്ളൂ: വലിയ മരത്തിന്റെ തണലിൽ ജീവിക്കുന്ന ചെടികൾക്ക് വളർച്ച കാണില്ല, ഒരിടച്ചു പോകത്തേ ഉള്ളൂ. അച്ഛാ, മോനെ. ഓക്കേ, മതിയോ സാർ? ഓക്കേ, എത്ര അല്ലേ? നേരായി മോനോടിക്കുമല്ലേ കൊച്ചു പ്രേമ? ചേച്ചി ദേ സീനിയർ ആൾക്കാരെ പേര് പറഞ്ഞു വിളിക്കുന്നത് ശരിയല്ല. സാർ അല്ലെങ്കിൽ ചേട്ടൻ, അങ്ങനെ എന്തെങ്കിലും. അയ്യേ ശ്ശേ. അതൊക്കെ ഞങ്ങളുടെ ശീലമായി. മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി അങ്ങനെ. അല്ലാതെ സാറ് ചേട്ടനും ഞങ്ങൾ അതുപോലെ ശാരദ, ഷീല, ജയഭാരതി, വിധുബാല. ചേച്ചി പൊതുരംഗത്തുള്ളവർ പൊതുസുത്തുക്കളാ. പേര് മാത്രം പറയുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ നേരിട്ട് കാണുമ്പോൾ ബഹുമാനം കാണിക്കണം. ഞങ്ങൾ മമ്മൂട്ടി സാറിനെ മമ്മൂക്കാന്ന് വിളിക്കും. അതുപോലെ ലാലേട്ടൻ, അമ്പിളിച്ചേട്ടൻ. പക്ഷെ മുഖത്ത് നോക്കി പേര് വിളിക്കുക അതൊട്ടും ശരിയല്ല. ഞങ്ങളിപ്പോ ചേച്ചിയെ സതി എന്ന് വിളിച്ചാൽ ചേച്ചിക്ക് എന്ത് തോന്നും? വിളിച്ചോക്കട്ടെ. അടിച്ചിന്റെ പല്ലടിച്ച് കാണിക്കല്ലേ? വിളിക്കാൻ തോന്നുന്നില്ല. അത് ചേച്ചി, അയാൾ അത് തന്നെയെന്ന് പറഞ്ഞത് രണ്ടർത്ഥത്തിലല്ലേ? നമ്മുടെ പല്ലും താഴെ കിടക്കുന്നു. ആ, അത് തന്നെ അർത്ഥത്തിൽ അങ്ങനെ പറഞ്ഞത്. എന്നാലും അതൊന്ന് ചോദിക്കണമല്ലോ. ചോദിക്കാതിരിക്കുന്നതാ നല്ലത്. അതെന്താ? അതങ്ങനെ